നമസ്കാരം കൂട്ടുകാരെ, കണ്ണനും ചിറ്റ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ക്യാബേജ് ഇങ്ങനെ ഒരു ബജ്ജി പോലെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പോരാണ്ട് വന്നാൽ ബാക്കി എടുക്കാൻ വേണ്ടി ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള വെള്ളം. പിന്നെ ഇത് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് വെക്കണം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഈ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കണം. അതാദ്യം നോക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടാവണ്ട, ഒരുപാട് കുഴഞ്ഞ് വരണ്ട. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചെയ്തിട്ട് കാണിക്കാം. കുറച്ചൊന്ന് ക്രിസ്പായിട്ട് കിട്ടാൻ കുറച്ച് തരിയുള്ള അരിപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. നമുക്ക് കുറച്ച് ക്യാബേജും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ മസാല എല്ലായിടത്തും പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഇപ്പം നമുക്ക് ചേർത്ത് കൊടുത്ത് നനക്കാം. ക്യാബേജ് ഞാനിങ്ങനെ കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കടലപ്പൊടിയൊക്കെ വീണ്ടും ചേർക്കേണ്ടി വന്നു. പാനിൽ എണ്ണ ചൂടാവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കണം. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ വിട്ട് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട കുത്തിപ്പോവും. എങ്ങനെയായാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എണ്ണ തെറിക്കാതെ കുറച്ച് നീങ്ങി നിന്നൊക്കെ ചെയ്യണം. അതിൻ്റെ പാകമായെന്ന് തോന്നുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും ഇട്ട് നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കണം മുഴുവൻ ക്യാബേജും ഓരോ സെറ്റായിട്ട് നമുക്ക് എടുക്കാം. വൈകുന്നേരം ചായക്കൊപ്പം ഈ മഴ സമയമൊക്കെ അല്ലേ, അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ള സ്നാക്സൊക്കെ മഴയും കണ്ടിരുന്ന് കഴിക്കാനൊക്കെ രസമാണ്. അങ്ങനെ നമ്മുടെ ക്യാബേജ് വറുത്തത് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞാൽ കൊള്ളില്ല. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചായ ഉണ്ടാക്കി അപ്പം തന്നെ കഴിച്ചേക്കണം. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി മാറും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമസ്കാരം.